ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹാബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. ഹീറോയെ വിളിച്ച് ഇപ്പോ പ്രശ്നമുണ്ട്, ഓഫീസിലേക്ക് വേഗം വരണമെന്ന് പറഞ്ഞല്ലോ. ഹീറോ ഓഫീസിലേക്ക് വന്ന് ഇപ്പോ മീറ്റിംഗും ആരംഭിക്കുന്നുണ്ട്. എന്താണ് വിഷയം എന്ന് നോക്കിയാല് ഇവരുടെ പ്രൊജക്റ്റായ ഹീറോ ഗെയിം ഉണ്ടല്ലോ, അതിനുവേണ്ടി തയ്യാറാക്കി വെച്ച ചില പോസ്റ്റർ ഇമേജസ് ഇപ്പോ ഓൺലൈനിൽ ലീക്ക് ആയിരിക്കുവാണ്. ഒരു പ്രോജക്റ്റ് പുറത്തിറങ്ങി അത് റീച്ച് ആവുന്നത് വരെ അവരുടെ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വിടാറില്ലല്ലോ. ഇങ്ങനെ ഇവർ കഷ്ടപ്പെട്ട് റെഡിയാക്കി ഇവരുടെ പോസ്റ്റർ ഇമേജസ് ഒക്കെ വെളിയിൽ ലീക്ക് ആയിരിക്കുന്നത് ശരിയല്ലല്ലോ. ഇതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാമെന്ന് ഗൂഷിം വിചാരിക്കുവാണ്. അവനൊരു ഐഡിയ കിട്ടുന്നുണ്ട്. ഈ പോസ്റ്റർ ഉണ്ടാക്കിയ ടീംസ് ഇതിനു വേണ്ടി നിറയെ പോസ്റ്റേഴ്സ് വേറെ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. അതും ഇവര് ഗെയിമിൽ യൂസ് ചെയ്യാത്ത പോസ്റ്റേഴ്സ് ഒക്കെ ഓൺലൈനിൽ ഷെയർ ചെയ്ത് വിടുവാണ്. അപ്പോ ഏതാണ് യഥാർത്ഥ പോസ്റ്റേഴ്സ് എന്ന് ഓഡിയൻസിന് കണ്ടുപിടിക്കാൻ പറ്റാതാകുമല്ലോ. അങ്ങനെ ഓഡിയൻസ് കൺഫ്യൂസ്ഡ് ആകുമ്പോൾ ഇവരുടെ ഗെയിമിന്റെ ഫ്രഷ്നെസ്സിന് അങ്ങനെ കോട്ടൊന്നും തട്ടാൻ പോകുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ ഷിൻസി പറഞ്ഞ് നമ്മുടെ ഹീറോയിനും അറിയുന്നുണ്ട്. അവളും ആ പോസ്റ്റേഴ്സ് ഒക്കെ നോക്കിയിട്ട് ശരിക്കും ഇതെല്ലാം വളരെ നന്നായിട്ടുണ്ട്, ഇതിലും ബെറ്റർ ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് അവളും ചില ഡിസൈൻസ് ഒക്കെ വരയ്ക്കാൻ തുടങ്ങി. ഹീറോയുടെ പ്രൊജക്റ്റിൽ ഇങ്ങനെ ഒരു പണി കൊടുത്തത് വേറെ ആരുമല്ല, സിയോ ആണ്. അവന്റെ ഗെയിമിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ ലീക്ക് ആക്കി വിട്ടാല് അവരുടെ പ്രൊജക്റ്റിനെ അതൊക്കെ ബാധിക്കുമെന്ന് വിചാരിച്ചാല് എല്ലാം ഓപ്പോസിറ്റ് ആയിട്ടാണ് നടക്കുന്നത്. പോസ്റ്റർ ലീക്ക് ആക്കി വിട്ടതുകൊണ്ട് ഇപ്പോ ഈ ഗെയിമിനെ കുറിച്ച് അറിയാത്തവർ വരെ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. ഇതൊക്കെ കാണുമ്പോഴും സിയോയ്ക്ക് ടെൻഷൻ ആകുന്നുണ്ട്. ഇപ്പൊ ഹീറോയെ കാണിച്ചാല് ജിയാങ് അവനോട് പറയും, ഈ പ്രശ്നങ്ങളൊക്കെ നീ എത്ര കൂളായിട്ട് ഹാൻഡിൽ ചെയ്തത്. പോസ്റ്റർ ലീക്കായെന്ന് പറഞ്ഞപ്പോ നമ്മുടെ ടീമിൽ എല്ലാവരും പതറാൻ തുടങ്ങി. എന്നാലും നിന്റെ ഐഡിയ നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ടെന്ന് അവൻ പറയും. അപ്പൊ ഹീറോയും ഇവൻ ആദ്യം വിചാരിച്ചത് ടീമിൽ നിന്ന് പറഞ്ഞു വിട്ട ആ പയ്യനാണ് ഇങ്ങനെ ചെയ്തതെന്നാണ്. പക്ഷെ അവനെ വിളിച്ച് സംസാരിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അവനല്ല ഇത് ചെയ്തിരിക്കുന്നത് എന്ന്. ഇത് വേറെ ആരോ കരുതിക്കൂട്ടി ചെയ്തതാണെന്ന് എനിക്കറിയാം, അത് വേഗം തന്നെ ഞാൻ കണ്ടുപിടിക്കുമെന്ന് അവൻ പറയും. ഇപ്പോ പുതിയ പോസ്റ്റേഴ്സ് ഒക്കെ റെഡിയാക്കാൻ വേണ്ടി ഒരു പെൺകുട്ടിയെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവളും പോസ്റ്റേഴ്സ് ഒക്കെ ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അതും ഒരു വിധത്തിൽ ഓക്കെയാണ്. അപ്പോഴാണ് അടുത്തിരിക്കുന്ന ജിയാങ് ഓൺലൈനിൽ ചില പോസ്റ്റേഴ്സ് ഒക്കെ നന്നായിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൂഷിൻ, നീ ഇത് നോക്ക്, സാധാരണ അക്കൗണ്ടിൽ നിന്ന് ഒരു പെണ്ണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്, ഇതൊക്കെ വളരെ നന്നായിട്ടുണ്ട് നോക്കെന്ന് പറഞ്ഞ് അവൻ കാണിച്ചു കൊടുക്കുമ്പോ അവൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ശരിയാ, നീ പറഞ്ഞതുപോലെ എല്ലാം നന്നായിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ ഐഡിയ നോക്കി വെക്ക്, നമ്മുടെ വർക്കിനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു നോക്കാമെന്ന് അവൻ പറയാണ്. ആ ഐഡി ചെക്ക് ചെയ്യുമ്പോൾ അവന് ഓൾറെഡി അത് കണ്ട പോലെയാണ് തോന്നുന്നത്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഗെയിമിംഗ് സെന്ററിൽ പോകുമ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഐസ്കോർ എടുത്ത് വെക്കാറുണ്ടായിരുന്നല്ലോ, അവളുടെ ഐഡിയ ആണ് ഇത്. അത് നമ്മുടെ ഹീറോയിൻ ആണെന്ന് അവനറിയില്ല, വേറെ ആരോ ആണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കട്ട് ചെയ്താല് ഇപ്പോ ജിയോയുടെ ഗ്രൂപ്പിലുള്ള ഒരു പയ്യനെ കാണിക്കുന്നുണ്ട്. ഇവന്റെ പേര് ജെ. അവൻ ഈ ജിയോയുടെ പ്രൊജക്ടിന് വേണ്ടി കഷ്ടപ്പെട്ട് ഒരു പോസ്റ്റർ ഇമേജ് റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതൊന്നും യൂസ് ചെയ്യേണ്ട, എപ്പോഴും ഒരു മോഡൽ ഉണ്ടല്ലോ, അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. നിനക്ക് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് പോയി ചെയ്യുന്ന ജിയോ പറഞ്ഞതും ഇവന് ദേഷ്യം വരുന്നുണ്ട്. അവൻ ചെയ്ത വർക്ക് നല്ലതാണോ ചീത്തയാണോ ഒന്നും പറഞ്ഞില്ല. അതിൽ അവന് വിഷമം തോന്നുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ദേഷ്യത്തില് അവൻ ചെയ്ത ആ പോസ്റ്റർ കീറിക്കളയാണ്. ഇവിടെ നമ്മുടെ ഗൂഷിനും ആ പെണ്ണിന് മെസ്സേജ് അയച്ചിട്ട് നടന്നു പോകുന്നുണ്ട്. അത് നമ്മുടെ ലീനയാണെന്ന് അറിയാതെ. ഓൺലൈനിൽ നിങ്ങളുടെ പോസ്റ്റർ ഒക്കെ കണ്ടു, വളരെ നന്നായിട്ടുണ്ട്, ഞങ്ങളുടെ അടുത്തൊരു വർക്കുണ്ട്, അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞ് അവളുമായിട്ട് ചാറ്റ് ചെയ്തു വരുമ്പോ എതിർവശത്ത് നിന്ന് ഹീറോയിനും ഇവനോട് ചാറ്റ് ചെയ്തുകൊണ്ട് വരുമായിരുന്നു. ഇപ്പൊ ഇവർ രണ്ടുപേരും കൂട്ടിയിടിച്ചതും ഹീറോയുടെ ഫോൺ താഴെ വീണ് സ്വിച്ച് ഓഫ് ആകുകയാണ്. ഇപ്പോ ഹീറോയും ക്യാബിനിലേക്ക് തിരികെ വരുമ്പോ ജെ വലിച്ചെറിഞ്ഞു കളഞ്ഞ അവന്റെ ആ പോസ്റ്റർ ഒക്കെ കാണുന്നുണ്ട്. ഇത് നീ വളരെ ബെസ്റ്റ് ആയിട്ടാണല്ലോ ചെയ്തിരിക്കുന്നത്, എത്ര സമയമെടുത്താ നീ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക, ഇത്ര ഈസി ആയിട്ട് ഇതൊക്കെ വലിച്ചെറിഞ്ഞു കളയാൻ എങ്ങനെയാ തോന്നുന്നതെന്ന് ചോദിച്ചാല് ജയ പറയും, എന്ത് ചെയ്യാനാ, ഇതിന്റെ വാല്യൂ നിറയെ പേർക്ക് അറിയില്ല, ഇതിൽ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. ആ ജിയോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അവിടുത്തെ ആരും ഇവനെ അങ്ങനെ വില കൊടുക്കാത്തത്. ഈ കാര്യം നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നിട്ട് ഹീറോ അവന്റെ ഫോണും ശരിയാക്കി നേരെ ആ ഗെയിമിംഗ് സെന്ററിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അവിടുത്തെ ഓണറിനോട് ഇവിടെ എപ്പോഴും ഐസ്കോർ എടുക്കുന്ന ഒരു പെൺകുട്ടിയില്ലേ, അവളുടെ ഐഡിയും അവളെ കുറിച്ചും എന്തെങ്കിലും വിവരം നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചാല് അപ്പൊ അവര് പറയും, ആ പെൺകുട്ടി ഇവിടെ സ്ഥിരമായിട്ട് വരുന്നതല്ലേ, നന്നായിട്ട് അറിയാം, നീയും അവളെ മീറ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്, അവസാനം നീ എടുത്ത ഹൈ സ്കോർ അവളാണ് ബീറ്റ് ചെയ്തത്. ഇപ്പൊ ഹീറോയ്ക്കും സ്ട്രൈക്ക് ആകുന്നുണ്ട്. ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കാണാറുള്ളത് നമ്മുടെ ഹീറോയിനെയാണ്, വേറെ ആരുമായിട്ട് മീറ്റ് ചെയ്തത് അവന് ഓർമ്മയില്ല. അവളും ഗെയിം അടിപൊളിയായിട്ട് കളിക്കുമല്ലോ, ഇനി ആ ഐഡി യൂസ് ചെയ്യുന്നത് ലീനയാണോ എന്ന് അവന് സംശയം വരാൻ തുടങ്ങി. ഇപ്പോ കട്ട് ചെയ്താല് ഓഫീസിലുള്ള ജിയാങ്ങിനെയാണ് കാണിക്കുന്നത്. അവൻ അസിസ്റ്റന്റിനോട് എന്തോ വർക്കിന്റെ ആവശ്യത്തിൽ അവളെ മീറ്റ് ചെയ്യാനായിട്ട് ക്യാബിനിലേക്ക് വരുമ്പോഴാണ് മനസ്സിലാകുന്നത് അവൾ ഇവിടുത്തെ ജോബ് റിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി തന്നെ ലെറ്റർ ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്ന്. പിന്നീട് അവളെ മീറ്റ് ചെയ്താല് അവൻ കൂടുതൽ ജോലികൾ കൊടുത്തോണ്ടേയിരിക്കുകയാണ്. അവൾ എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചാൽ അവളെ സംസാരിക്കാനേ വിടുന്നില്ല. അവള് റിസൈൻ ചെയ്യുന്നതിന്റെ ടോപ്പിക് എടുത്തിടാതിരിക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ നൈറ്റ് നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. അവൻ ആ പെണ്ണ് ചെയ്ത എല്ലാ പോസ്റ്ററും ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അവള് ചെയ്തിരിക്കുന്ന ഓരോ പോസ്റ്റർ ഇമേജും വളരെ നന്നായിട്ടുണ്ട്, അതിനെല്ലാം പോസിറ്റീവ് കമന്റ് മാത്രമാണ് ഉള്ളത്. ഈ പെണ്ണിന്റെ ഐഡിയയിൽ നിന്ന് ഇതൊക്കെ ചെയ്യുന്നത് ലീനയാണെന്ന് ഹീറോയ്ക്ക് ഒരു വിധത്തിൽ കൺഫേം ആയി കഴിഞ്ഞു. അടുത്ത ദിവസം മോർണിംഗ് ഇവർ ക്രോസ് ചെയ്തു പോകുമ്പോൾ
ഇവൻ വേണമെന്ന് വെച്ച് തന്നെ ആ ഐഡിയയുടെ നെയിം പറയുന്നുണ്ട്. സ്ലീപ് ടിൽ വേക്ക് എന്നാണ് ആ ഐഡിയയുടെ പേര്. ഇത് നീ യൂസ് ചെയ്യുന്ന ഐഡിയയുടെ പേരല്ലേ? എങ്ങനെയാ ഞാൻ ഇത് കണ്ടുപിടിച്ചതെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചാല് അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് വേറെ ജോലിയായില്ലേ, എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെട്ടിട്ട് നേരെ അവള് ഗെയിമിംഗ് സെന്ററിലേക്കാണ് വരുന്നത്. എന്നിട്ട് അവിടുത്തെ ഓണറോട് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഐഡി മറ്റുള്ളവർ എങ്ങനെയാ അറിയുന്നത്, ഞാൻ ഇതിപ്പോ തന്നെ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അവള് ടെൻഷൻ ആവാൻ തുടങ്ങിയതും ഓണറും ഇവളെ കാമാക്കാൻ നോക്കുന്നുണ്ട്. നോക്കിയാല് ബാക്കിൽ നിന്ന് ഹീറോ ഇവൾ പറയുന്നതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവള് ദേഷ്യത്തിൽ അവള് വായിൽ വന്നതൊക്കെ അവനോട് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോ ഹീറോ കാര്യം പറയുന്നുണ്ട്. ആക്ച്വലി നീയാണ് ഈ ഐഡി യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഈ ഐഡിയിലുള്ള പെൺകുട്ടിയെ തേടി വന്നത് ഒരു ഇമ്പോർട്ടന്റ് കാര്യത്തിനാണ്. അത് നീയാണെന്ന് അറിഞ്ഞത് സന്തോഷം. ഞങ്ങളുടെ ടീമിന് വേണ്ടി, ഞങ്ങളുടെ വർക്കിന് വേണ്ടി നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? സത്യത്തില് നീ ആ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാ ഡിസൈനും വളരെ നന്നായിട്ടുണ്ട്. വേറെ ടീമിലുള്ള നീയാണ് ഇതൊക്കെ ചെയ്തതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോ നിന്നോട് സംസാരിക്കുന്നത് ഞാൻ വർക്ക് വിഷയത്തിന് വേണ്ടിയാണ്. എന്നോടുള്ള ദേഷ്യത്തില് നീ എടുത്തുചാടി തീരുമാനങ്ങളൊന്നും എടുക്കരുത്. നല്ലപോലെ ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞാൽ മതിയെന്ന് അവൻ പറയും. പക്ഷെ അവൾ ഉടനെ തന്നെ എനിക്ക് നിനക്ക് വേണ്ടി വർക്ക് ചെയ്തു തരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി. ഇപ്പോ വീട്ടിലേക്ക് വന്ന ലീനയാണെങ്കിൽ അവൾ എന്തോ ഒന്ന് ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട്. അതെങ്ങനെ എടുത്തുകൊണ്ട് പോകണമെന്ന് അവൾക്ക് അറിയില്ല. നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോഴാണ് നമ്മുടെ ഹീറോ വന്ന് ഞാൻ വേണമെങ്കിൽ നിനക്ക് വേണ്ടി അത് എടുക്കാം, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നുണ്ട്. അവളും ദേഷ്യത്തില് വേണ്ട വേണ്ട ഞാൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞ് കഷ്ടപ്പെട്ട് പൊക്കിയിട്ട് നടക്കാൻ തുടങ്ങുകയാണ്. പിന്നാലെ നമ്മുടെ ഹീറോയും ഉണ്ട്. അപ്പോഴാണ് ഓപ്പോസിറ്റിൽ വരുന്ന ഒരു മുത്തശ്ശി ഇവരെ കണ്ടിട്ട് ഗൂഷിനെ നോക്കി പറയും, എന്താ മോനെ ഇത്, നിന്റെ മുമ്പിലൂടെ പോകുന്ന ആ പെങ്കൊച്ച് എത്ര കഷ്ടപ്പെടുന്നെന്ന് നീ കാണുന്നില്ലേ? നീ എന്താ പിന്നാലെ ക്യാഷ്വലായിട്ട് നടന്നു വരുന്നതെന്ന് അവന് ചീത്ത പറയാൻ തുടങ്ങിയതും നമ്മുടെ ഹീറോയിനും മടക്കി പിടിച്ചിരുന്ന് ചിരിക്കാൻ തുടങ്ങുകയാണ്. അവള് ചിരിച്ചിട്ടേ നടന്നു പോകുമ്പോ പെട്ടിയുടെ വെയിറ്റ് താങ്ങാനാവാതെ അവള് വീഴാൻ പോകുവാണ്. അപ്പൊ ഹീറോ അവളെ പിടിക്കുന്നുണ്ട്. പക്ഷെ അവള് വീണാലില്ലെങ്കിലും അവളുടെ കയ്യിലിരിക്കുന്ന ജ്യൂസിനൊന്നും പറ്റരുതെന്നാണ് അവൾക്ക്. ഇനി നീ ചെയ്യണ്ട, ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ഹീറോ അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവളുടെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ നിൽക്കുമ്പോഴാണ് അവള് പറയുന്നത്, ആക്ച്വലി ഞാൻ ഇത് വീട്ടിലേക്ക് വാങ്ങിയതല്ല, ഞാൻ ഇത് ഇവിടെ പുറത്ത് തന്നെയാ വെക്കാൻ പോകുന്നത്. ഇതെന്താണെന്ന് ചോദിച്ചാല് തെരുവിലുള്ള പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ വീടില്ലെന്ന് പറഞ്ഞ് കഷ്ടപ്പെടുവല്ലേ, അവർക്ക് വേണ്ടി വാങ്ങിയ ഒരു ചെറിയ വീടാണ്. സോ അത് ഇവിടെ തന്നെ വെച്ചാ മതി. ഫോണിൽ അവൾ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് നോക്കിക്കോ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. ഹീറോയാണെങ്കിൽ അവളെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ട് തുടക്കത്തിലെ ഇതൊക്കെ വളരെ സിമ്പിൾ അല്ലേ, നാളെ രാവിലെ നീ വന്ന് നോക്കുമ്പോ എന്തായാലും ഞെട്ടുവെന്ന് പറഞ്ഞ് ഡയലോഗൊക്കെ പറഞ്ഞ് അവളെ പറഞ്ഞയക്കുന്നുണ്ട്. പക്ഷെ അതിലിരുന്ന് പണിയാൻ തുടങ്ങിയപ്പോഴാണ് അവൻ അത് ഈസി അല്ലെന്ന് മനസ്സിലാകുന്നത്. പാതി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ രാത്രിയായി. ഇപ്പോഴും അതിൽ അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലീനയും അവളുടെ ഫ്രണ്ടുമായിട്ട് സംസാരിച്ചിട്ട് പുറത്ത് വന്ന് എത്തി നോക്കിയാൽ അവനെ കാണുന്നുണ്ട്. അന്ന് കോളേജിൽ വെച്ച് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവൻ എങ്ങനെയാ എന്നെ നാണം കെടുത്തിയത്, അവൻ ഇങ്ങനെ ഒരു പണി കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അവള് പറയുമ്പോ പെട്ടെന്ന് ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങുവാണ്. പക്ഷെ ഉള്ളിന്റെ ഉള്ളില് അവൾക്ക് ചെറിയ കഷ്ടം തോന്നുന്നുണ്ട്. ഇനി മഴ കൊണ്ടിട്ട് അവൻ എന്തെങ്കിലും പറ്റിയാലോ, ഒരു കൊടയെങ്കിലും കൊടുക്കാതിരിക്കുന്നത് മോശമല്ലേ, അത്രയ്ക്ക് ക്രൂവൽ അല്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് അവൾ കൊടയുമായിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോ അവനെ കാണുന്നില്ല. അവൻ അവിടെ ഇല്ലാത്തത് കണ്ട് അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ശരിയാ, ഇവനെ ഇങ്ങനെ ഒരു ജോലി ഏൽപ്പിച്ചതിന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ, ചെറിയൊരു ജോലി കൊടുത്താൽ പോലും അത് മര്യാദയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അറിയില്ലെന്ന് പറഞ്ഞ് അവള് ദേഷ്യപ്പെട്ട് കൊട വെച്ച് പോകാൻ തുടങ്ങുമ്പോഴാണ് ഹീറോ വരുന്നത്. അവൻ വെളിച്ചത്തിന് വേണ്ടി അവന്റെ ഫോണിൽ ടോർച്ച് യൂസ് ചെയ്താണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയി പോയപ്പോ വേറൊരു ടോർച്ചും കൊടയും എടുക്കാൻ വേണ്ടിയായിരുന്നു അവൻ പോയിരുന്നത്. ഇതെടുക്കാൻ വേണ്ടിയാണ് ഞാൻ പോയത്, നിന്നോട് പറഞ്ഞ പോലെ രാവിലെ തന്നെ ഞാൻ ഇത് റെഡിയാക്കി വെച്ചേക്കാം എന്ന് പറഞ്ഞ് അവൻ ഇരുന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒരു കയ്യിൽ കൊടയും ഒരു കയ്യിൽ ടോർച്ചറും വെച്ച് അവന് മര്യാദയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് കണ്ടുകൊണ്ട് നിന്ന ലീന വന്ന് ശരി എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അവന്റെ കയ്യിൽ നിന്ന് കൊട വാങ്ങി അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നോക്ക്, ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് കരുതി നീ വളവളാന്ന് സംസാരിക്കാൻ നോക്കണ്ട, ഇപ്പോ തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകും, അതിനുള്ളിൽ നിന്റെ വർക്ക് തീർക്കാൻ നോക്കെന്ന് പറഞ്ഞ് അവള് നിൽക്കുവാണ്. അവൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവൻ അവളെ നോക്കുന്നുണ്ടോ ഇല്ലയോ, നമ്മുടെ ലീനയാണ് അവനെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. മഴ കുറച്ച് കുറയുന്നുണ്ട്. ഇപ്പൊ അവനും പകുതി ആ വീട് ശരിയാക്കി കഴിഞ്ഞു. ലീന അടുത്തുണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ സംസാരിക്കാൻ തുടങ്ങി. എന്റെ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ നിന്നോട് സംസാരിച്ചില്ലേ, അതിനെ കുറിച്ച് നീ എന്തെങ്കിലും ആലോചിച്ചോ, എന്താ നിന്റെ തീരുമാനം എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയാല് അടുത്ത് കൊട മാത്രമേ ഉള്ളൂ, അവളെ കാണുന്നില്ല. ഇങ്ങനെയൊക്കെ അവള് ചെയ്യുന്നത് കണ്ട് അവന് ചിരിയാണ് വരുന്നത്. ഇപ്പോ നൈറ്റ് ടൈമില് നമ്മുടെ ഹീറോയിനും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇവളോട് ചാറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും വേണോന്ന് വെച്ച് തന്നെ ആ പോസ്റ്റർ വിഷയം തന്നെയാണ് എടുത്തിട്ട് സംസാരിക്കുന്നത്. എന്റെ ക്രഷ് ഗൂഷിനും അവന്റെ ടീമിന് വേണ്ടി വർക്ക് ചെയ്യണം, പോസ്റ്റർ റെഡിയാക്കി തരണം എന്ന് പറഞ്ഞ് എന്റെ പുറകെ നടക്കുന്നുണ്ട്. ഇതിന് മറുപടിയായിട്ട് അവന്മാരും ഞങ്ങളുടെ അഭിപ്രായത്തിൽ നീ അവരുടെ ടീമിൽ ചേരാതിരിക്കുന്നതാ നല്ലത്, അവൻ എങ്ങനെയാ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നിന്നെ അപമാനപ്പെടുത്തിയതെന്ന് ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ ഇവന്റെ ഫ്രണ്ട്സ് വേണമെന്ന് വെച്ച് തന്നെ പറയുവാണ്. നമ്മുടെ ക്യാമ്പസ് ഹങ്കിന്റെ ഐഡിയിൽ നിന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഒന്നും പറയാനും പറ്റുന്നില്ല, അതിപ്പോ തിരുത്താനും പറ്റുന്നില്ല. ഹീറോയിനും ഇതിലെന്താ തീരുമാനിക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ലെന്ന് പറയും. കട്ട് ചെയ്താല് ഇവിടെ ഓഫീസിലെ ജിയാങ്, അസിസ്റ്റന്റുകള് എല്ലാവരും ഇരുന്ന് പ്രൊജക്ടിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അപ്പോ ഇവളുടെ ടീമിലുള്ള ഒരു പയ്യനും അവളോട് കാഷ്വൽ ആയിട്ട് നോർമൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. എന്തോ അവൻ തൊട്ട് സംസാരിക്കാൻ തുടങ്ങിയതും
പെട്ടെന്ന് അവള് പേടിച്ച് പതറാൻ തുടങ്ങി. അവൾ ഓൾറെഡി ഇങ്ങനെ സെൻസിറ്റീവ് ആണെന്ന് അവനറിയാലോ. അതുകൊണ്ട് അവളെ ഒന്നുമില്ലെന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടു പോയി ഇപ്പോ സംസാരിക്കാൻ തുടങ്ങി. എപ്പോഴും സെൻസിറ്റീവ് ആയിട്ട് ഇങ്ങനെ പതർച്ചയോട് സംസാരിക്കുന്നത് ശരിയല്ല. നിന്റെ കോൺഫിഡന്റ് എന്താണെന്ന് നീ കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് വേണ്ടി നീയാണ് ഇപ്പൊ ഫുഡ് ഓർഡർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞതും അവൻ പറഞ്ഞത് കൊണ്ട് അവളും ചെയ്യാൻ തുടങ്ങുകയാണ്. പക്ഷെ അവള് പറയുന്നത് അവൻ അടുത്ത് നിൽക്കുന്ന ജിയാങ് പോലും കേൾക്കാൻ ചാൻസ് ഇല്ല. അത്രയ്ക്കും പതുക്കെയാണ് അവള് പറയുന്നത്. കുറച്ചുകൂടി ഒച്ചത്തില് പറയുന്ന അവൻ പറഞ്ഞതും അവളും കാറി പൊളിച്ച് പറയാൻ തുടങ്ങുകയാണ്. കണ്ടോ, ഇപ്പൊ നീ എത്ര നന്നായിട്ട് സംസാരിച്ചത്, ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി എന്ന് പറയും. പിറ്റേ ദിവസം രാത്രി നമ്മുടെ ലീനയാണെങ്കിൽ തെരുവിലിരിക്കുന്ന പട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടി വെളിയിലേക്ക് വരുന്നുണ്ട്. ഹീറോ അപ്പൊ ഭംഗിയായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ വീടും അതിന്റെ ഉള്ളിൽ പട്ടിക്കുട്ടിയും കാണുമ്പോൾ അവൾക്ക് സന്തോഷമാകുവാണ്. ആ സന്തോഷത്തില് തിരികെ വരുവാണ് വീട്ടിലേക്ക്. അവൾ എന്തോ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. പക്ഷെ അത് ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോ അവിടെ വിളിച്ച് അവൾ കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പക്ഷേ ഫുഡൊക്കെ ഓൾറെഡി തന്നെ ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തെറ്റായി നമ്മുടെ ഗൂഷിന്റെ ഫ്ലാറ്റിലേക്ക് ചെന്ന് അവൻ ആ ഫുഡ് കഴിച്ച് തീർത്ത് കാലിയാക്കി കഴിഞ്ഞു. അവനും ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവന്റെ ഫുഡാണ് എന്ന് വിചാരിച്ചാണ് അവൻ അത് കഴിച്ചിരിക്കുന്നത്. ഇപ്പൊ വേസ്റ്റ് കളയാൻ പുറത്തേക്ക് വരുമ്പോഴാണ് ഹീറോയിന് അവിടെ നിന്ന് കാറുന്നത് കേൾക്കുന്നത്. എന്തുപറ്റി, നീ ഓർഡർ ചെയ്ത ഫുഡ് ഇതുവരെ എത്തിയില്ലേ? ചിലപ്പോ മിസ്സായി വേറെ ലൊക്കേഷനിലേക്ക് പോയി കാണും. ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് അവർ പറയുന്നതെങ്കിൽ CCTV ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് അവൻ തന്നെ അവള് കൂട്ടിക്കൊണ്ടു പോകുവാണ്. ഇപ്പോ റെക്കോർഡിംഗ് ഒക്കെ ചെക്ക് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് ലീന ഓർഡർ ചെയ്ത ഫുഡ് എടുത്തുകൊണ്ട് പോയി കഴിച്ചിരിക്കുന്നത് വേറെ ആരുമല്ല ഇവനാണെന്ന്. എന്താ ഇതെന്ന് ഒരു പിടുത്തമില്ലാണ്ട് ഹീറോ നിൽക്കുമ്പോഴാണ് ഹീറോയുടെ ഫോണിലേക്ക് അവൻ ഓർഡർ ചെയ്ത ഫുഡിന്റെ കോള് വരുന്നത്. നിങ്ങളല്ലേ ഗൂഷിൻ, നിങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് ഞങ്ങൾക്ക് സമയത്തിന് എത്തിക്കാൻ കഴിഞ്ഞില്ല, സോറി, അത് ലൊക്കേഷൻ ചേഞ്ച് ആയി വേറെ പ്ലേസിലേക്ക് പോയി എന്ന് പറഞ്ഞ് അവര് ഫോൺ കട്ട് ചെയ്തു പോയി. ഇപ്പൊ നടന്ന കാര്യങ്ങൾ എന്താണെന്ന് അവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്നുണ്ട്. പക്ഷെ അവൾ ഇത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. ടെൻഷനായ ഹീറോയിനും ഇപ്പോ ഇതിന്റെ പേരിൽ നിന്റെ മേലെ എനിക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും അറിയാമോ, പക്ഷെ അതൊന്നും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. ആ ഫുഡിന്റെ കൂടെ ബോക്സിൽ ഒരു ടോയ് ഉണ്ടാകും. അതിനു വേണ്ടിയാ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തത്. അതിപ്പോ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഇപ്പോ കളി മാറുമെന്ന് അവള് പറയും. കട്ട് ചെയ്താൽ ഇപ്പോ വേസ്റ്റിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന ഹീറോയാണ് കാണിക്കുന്നത്. പാവം നമ്മുടെ ഹീറോ എത്ര തേടിയിട്ടും ഒരു ടോയും അതിൽ നിന്ന് കിട്ടുന്നില്ല. ലീന, നീ കുറച്ച് സമാധാനായിരിക്കും. എന്ത് ടോയ് ആണ് നിനക്ക് വേണ്ടെന്ന് പറ, ഞാൻ അത് വാങ്ങിത്തരാം. ഹീറോയിനും ശരി, എന്നാ ആ ബോക്സിൽ എന്തൊക്കെ ടോയ് ആണോ ഉണ്ടാവാറ് അതൊക്കെ നീ എനിക്ക് വാങ്ങിത്താ. എന്നാ ഞാൻ നിന്റെ പ്രോജക്റ്റില് വർക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് അവള് പോകുവാണ്. ഇത് കേട്ടതുമാണ് ഹീറോയ്ക്ക് സമാധാനമായത്. ഇങ്ങനെ ചെറിയ ചെറിയ വഴക്കുകൾക്കിടയിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പോ ഇതോടെയാണ് ഈ പാർട്ടിയോടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് വേഗം തന്നെ വരാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.